ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ഫേസ്ബുക്ക് തുറന്നെഴുത്തിനും തുടർന്നുണ്ടായ വിവാദങ്ങൾക്കും പിന്നാലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ശസ്ത്രക്രിയാ പ്രതിസന്ധിക്ക് പരിഹാരമായി. ക്ഷാമം നേരിടുന്ന ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഇന്ന് രാവിലെ ഹൈദരാബാദിൽ നിന്ന് വിമാനമാർഗം എത്തിച്ചു. അതേസമയം ഡോക്ടർ ഹാരിസിന്റെ പരസ്യ വിമർശനം സർവീസ് ചട്ടലംഘനമാണെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. വിദഗ്ധ സമിതി റിപ്പോർട്ടിന് ശേഷം പേരിനെങ്കിലും ഡോക്ടർ ഹാരിസിനെതിരെ നടപടി ഉണ്ടായേക്കും. എന്നാൽ നടപടിയെടുത്താൽ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്നാണ് കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകുന്നത്. ഒടുവിൽ ഹാരിസ് ഡോക്ടറുടെ ഒറ്റയാൻ പ്രതിഷേധം ഫലം കണ്ടു. ഹൈദരാബാദിൽ നിന്ന് ഇന്ന് രാവിലെ വിമാനമാർഗം ലാത്തോക്കാസ് പ്രോബ് ഉപകരണങ്ങൾ എത്തി. ഇതോടെ മാറ്റിവെച്ച ശസ്ത്രക്രിയകൾ തുടങ്ങി. കഴിഞ്ഞ ദിവസങ്ങളിൽ മാറ്റിവെച്ച എല്ലാ ശസ്ത്രക്രിയകളും ഇന്നു മുതൽ പുനരാരംഭിക്കും. രോഗികൾ വേദന സഹിച്ച് കാത്തിരിക്കുന്നതും ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ പുറം വിപണിയിൽ നിന്ന് വാങ്ങാൻ നിർബന്ധിതമാകുന്നതും സ്ഥിരമായപ്പോഴാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഫേസ്ബുക്കിലൂടെ ദുരവസ്ഥ തുറന്നെഴുതിയത്. ഡോക്ടർ ഉയർത്തിയ പരാതികളിന്മേൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബി പത്മകുമാർ അധ്യക്ഷനായ 4-അംഗ സമിതി അന്വേഷണം തുടരുകയാണ്. ഫയൽ നീക്കത്തിൽ വ്യവസ്ഥയില്ലെന്ന് ചില വകുപ്പ് മേധാവികൾ വിദഗ്ധ സമിതിയോട് പറഞ്ഞു. ഫയൽ നീക്കം സംബന്ധിച്ച ഫോളോ അപ്പ് നടത്തുന്നതിൽ ഡോക്ടർ ഹാരിസിനും വീഴ്ചയുണ്ടായെന്നാണ് പ്രാഥമിക നിഗമനം. ഡോക്ടർ ഹാരിസിന്റെ പ്രവൃത്തി സർവീസ് ചട്ടലംഘനമായാണ് വകുപ്പും സർക്കാരും വിലയിരുത്തുന്നത്. റിപ്പോർട്ട് ലഭിച്ച ശേഷം നടപടിയിലേക്ക് കടക്കുമെന്നാണ് ആദ്യം തീരുമാനിച്ചത്. പക്ഷേ പൊതുജനാരോഗ്യ പ്രവർത്തകന്റെ ഉത്തമ ബോധ്യത്തിൽ പോരായ്മകൾ വെളിപ്പെടുത്തിയ ഡോക്ടർക്കെതിരെ കടുത്ത നടപടിയെടുത്താൽ അത് മോശം സന്ദേശം നൽകുമെന്നും പൊതുജനാഭിപ്രായം എതിരാകുമെന്നും കണ്ട് ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു. നടപടി താക്കീതിൽ ഒതുക്കാനാണ് തീരുമാനം. ഡോക്ടർ ഹാരിസ് സത്യസന്ധനാണെന്നും സംവിധാനത്തിന്റെ പ്രശ്നമാണ് പ്രതിഫലിച്ചതെന്നും ഇക്കാര്യത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഡോക്ടർക്കെതിരെ നടപടിയെടുത്താൽ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്ന് KGMCTA മുന്നറിയിപ്പ് നൽകി. നമ്മുടെ ചട്ടങ്ങൾക്കനുസരിച്ചാണ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ലേ? ഒരു മെഡിക്കൽ സർവീസ് കൊടുക്കുന്നതിൽ ഫാസ്റ്റ് ട്രാക്ക് ചെയ്യണം, കാര്യങ്ങൾ പെട്ടെന്ന് നടക്കണം. അതിനുള്ള സിസ്റ്റമാണ് വരേണ്ടത്. അപ്പോൾ അദ്ദേഹം അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് സിസ്റ്റം ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു കാര്യമായിട്ട് അത് കണക്കിലെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ സ്ട്രോങ് ആയി രംഗത്തിറങ്ങുന്നതായിരിക്കും. അതേസമയം കേരളത്തിലെ പൊതുജനാരോഗ്യ രംഗം താറുമാറായി എന്നാരോപിച്ച് UDF-ഉം BJP-യും ശക്തമായ പ്രതിഷേധം തുടങ്ങി. എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ച് കോൺഗ്രസ് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മാനന്തവാടി മെഡിക്കൽ കോളേജിന്റെ മുമ്പിൽ നടന്ന കോൺഗ്രസ് പ്രതിഷേധം പോലീസുമായി നേരിയ സംഘർഷത്തിൽ കലാശിച്ചു. കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിന് മുമ്പിൽ സംസ്ഥാനതല ഉദ്ഘാടനം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ നിർവഹിച്ചു. കളമശ്ശേരി മെഡിക്കൽ കോളേജിന് മുമ്പിൽ നടന്ന പ്രതിഷേധം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ധനപ്രതിസന്ധിയാണ് എന്ന് നിരന്തരമായി പറയുന്നത് ഞാനാണ് പറയുന്നത്. അത് വികസന വിരോധികളാണെന്നാണ്. മോഡി പറയും, മോഡിയെ വിമർശിച്ചാൽ ദേശവിരുദ്ധം, പിണറായി വിമർശിച്ചാൽ പറയും വികസന വിരുദ്ധം. അപ്പൊ അന്ന് ഇവിടെ ഒരു ധനപ്രതിസന്ധി ഇല്ല എന്നാ പറയുന്നത്. എന്നാ ഈ കാശെടുത്ത് ഈ മരുന്ന് മേടിക്കാനുള്ള കാശ് കൊടുക്ക്, ഈ മരുന്ന് വാങ്ങിക്കാനുള്ള കാശ് നിങ്ങൾ കൊടുക്ക്. എന്നിട്ട് ഈ അനുവദിച്ച പണം വീണ്ടും കട്ട് ചെയ്തു കഴിഞ്ഞ പ്രാവശ്യം. തിരുവനന്തപുരത്ത് നടന്ന BJP പ്രതിഷേധത്തിനിടെയും സംഘർഷമുണ്ടായി. ആരോഗ്യ കേരളം രാജ്യത്ത് നമ്പർ 1 എന്ന മുദ്രാവാക്യമുയർത്തി പ്രചാരണം നടത്തുന്ന സർക്കാരിന് വലിയ തിരിച്ചടിയാണ് ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ തുറന്നെഴുത്ത് ഉണ്ടാക്കിയത്. ഡോക്ടർ പിന്നീട് പോസ്റ്റ് പിൻവലിച്ചുവെങ്കിലും ഉയർത്തിയ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ആരോഗ്യമന്ത്രി ഇടപെട്ടതും അന്വേഷണത്തിന് സമിതിയെ നിശ്ചയിച്ചതും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.